എന്താണ് നിന്റെ പ്രശ്നം? നീയെങ്കിലും പറ, എന്താണ് നിന്റെ പ്രശ്നം? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തൊലയ്ക്കോ? എന്റെ സമയം മെനക്കെടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കാൻ എനിക്ക് പറ്റൂല. നിന്റെ പ്രശ്നം എന്ത്? നീ പറ. എന്റെ പ്രശ്നം എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവളടുത്ത് എന്നെ ചോദിക്കും. സ്വാഭാവികം. മോളെ അവൻ ചോദിച്ചിട്ട് കാര്യം പറയണില്ല. നീയെങ്കിലും ഒന്ന് പറ. ചേട്ടാ ഇന്നലെ രാത്രി അവൻ സിനിമയ്ക്ക് പോയി. ആരോട്? ഏതെങ്കിലും പെണ്ണുങ്ങളോട് പോയാ? അവന്റെ കൂട്ടുകാരന്മാരോട്. ഓ ശരിയാണോ ചേട്ടാ? അത് ശരിയല്ല. അതപ്പോ ഞാനും ഉണ്ടല്ലോ സിനിമയ്ക്ക്. എടാ നമ്മൾ ഇന്നലെ സിനിമയ്ക്ക് പോയില്ലേ? അതാണ് പ്രശ്നം. അതാ പ്രശ്നം. എനിക്ക് അവളെ മെനിക്കാൻ അവളെ കൂട്ടുകാരോട് കറങ്ങാൻ പറ്റി എന്റെ അടുത്ത് പറഞ്ഞ അത് തെറ്റല്ലേ? അത് തെറ്റ് ചോര്. തെറ്റത്. ഓ അപ്പൊ അത് വലിയ വിഷയമാക്കിയല്ലേ? ഹീസ് ടോക്സിക്, വെരി ടോക്സിക് ചേട്ടൻ, വെരി ടോക്സിക്. ആ വാക്കിന് എന്തൊരു വെയിറ്റ്. ടോക്സിക്. എടാ എന്താടാ ഈ ടോക്സിക്? അവള് ഷീസ് എ കാർ മേഴ്സി പാർട്ണർ. എന്താടാ അത്? കേട്ടിട്ട് എന്നെ ഛർദ്ദിക്കാൻ പറഞ്ഞു. കാർ മേഴ്സി പാർട്ണർ ചേട്ടാ. എന്താടാ അത്? കാർ മേഴ്സി. എടി നീ കാറും കൊണ്ട് മേഴ്സിലൂടെ പോയത് അതറിഞ്ഞ്? അത് അവൻ പോയതാണ് ചേട്ടാ അവളെയും കൊണ്ട്. അത് അവരൊന്നും പോയി ചോദിച്ചത്. കാറ് മേഴ്സി ടോക്സിക്. എടാ എനിക്ക് ഇതിന്റെ ഇടയിൽ കിടന്ന് ചാവാൻ വേടാ. ചേട്ടാ മേഴ്സി അറിഞ്ഞ് ബേബി എന്റെ കാല് കൊച്ചി ബേബി. അല്ല ഇപ്പൊ നിങ്ങളുടെ അടിയും ടോക്സിക്കും ഒക്കെ ബേബി ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ പേഴ്സൺ ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ എൻട്രി ചെയ്യരുതെന്ന്. He is really toxic. ഇവനാണ് ടോക്സിക്. ബേബി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അരവിന്ദ ശുഭാണ്ടി എനിക്കിത് എന്തിന്റെ കഴപ്പായിരുന്നു. ആളെ വിളിക്കുമല്ലോ പട്ടിയെ പോലെ ഞാനും